ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഒരുപാട് കിഴികളുണ്ട്. അതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ഞങ്ങൾ ഭയങ്കര അതിയായ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ലെജൻഡ് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പൊളിച്ചടുക്കി. ഇന്നലെ എന്തായാലും ആ ആഘോഷത്തിന്റെ പരിപാടികൾ ഗംഭീരമാക്കി കളഞ്ഞു. എന്തായാലും മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഇത് ശരിക്കും ആഘോഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ വക അങ്ങനെ മറ്റു പല താരങ്ങളും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ലാലേട്ടന്റെ കൂടെയുള്ള ഫോട്ടോയും കൺഗ്രാറ്റ്സും ഒക്കെ ഇട്ടിട്ടുള്ള പോസ്റ്റുകളായിരുന്നു. ഇൻസ്റ്റ ഫുൾ അത് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒക്കെ നോക്കി ഇത് തന്നെ ഉള്ളൂ. അതെ അതെ. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണല്ലോ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. അതായത് പലരും ചാണകമായതുകൊണ്ടാണ് ലാലേട്ടൻ ഇത് കിട്ടിയെന്നുള്ള രീതിയിൽ വിമർശിച്ച് കണ്ടു. ഞാൻ അവരോട് ചോദിക്കുകയാണേ, ചാണകമല്ലായിരുന്നെങ്കിലും ലാലേട്ടൻ ഇത് അർഹിക്കുന്നില്ലേ? പിന്നെ അതായത് ഏത് രീതിയിലാണെങ്കിൽ പോലും ലാലേട്ടൻ അർഹിക്കുന്നതല്ലേ ഇത്? തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് കയ്യിൽ കിട്ടി എന്നുള്ളത് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതിനകത്ത് ഇനി മറ്റുള്ള രീതിയിൽ അതിനകത്ത് കുത്തിത്തിരിപ്പും ഇതുണ്ടാക്കുന്ന അത് വേറെ പല വിചാരങ്ങളുള്ള ആൾക്കാരായി. അല്ല, അവരുടെ അംഗീകാരം നമുക്ക് വേണ്ട. പിന്നെ അത്രേ ഉള്ളൂ. ലാലേട്ടൻ ഈ ഒരു ബഹുമതി കിട്ടിയതിൽ അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു. അത്ര മതി. എന്തായാലും ഈ കരയുന്നവർ കരയാ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് കിഴിയിലേക്ക് കിടക്കാം. ഓക്കെ, എന്തായാലേ ഇന്നലെ ഫുള്ള് ലാലേട്ടനാട്ടോ. ഫുൾ ലാലേട്ടൻ. യെസ്, 2025 ലാലേട്ടൻ്റെ തന്നെ അല്ലേ? കറക്റ്റായില്ലേ? ഒന്ന് ആലോചിച്ച്. തുടരും, എമ്പുരാൻ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതിന്റെ ഇടയ്ക്ക് ഹൃദയപൂർവ്വം മറന്നുപോയതാ. ഹൃദയപൂർവ്വം എത്ര സിനിമകള്, 3 സിനിമകളും പിന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും. 2025 കൊഴുത്തു. ഇനി വരാനുണ്ട് വൃഷഭ. തമിഴ് റഷൻ ആളുടെ അടുത്ത സിനിമ ധനുഷിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് ആള് റീസെന്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. ധനുഷ് നായകനായിട്ട് എത്തുന്നു, തമിഴ് റഷൻ ഡയറക്ട് ചെയ്യുന്നു. കൊള്ളാം. ഓക്കെ, അടുത്ത കിഴി. അടുത്ത ധനുഷ് തന്നെയാണല്ലോ. ഇഡ്ഡലിക്കടൈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിരുന്ന് പാതിരാത്രി എപ്പോഴോ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും 7 മണി 7 മണി 7:30 അതിൻ്റെ ഉള്ളിലാണ് വന്നത്. എന്തായാലും ട്രെയിലർ കണ്ടു. 2 സിനിമകളാണ് തോന്നിയത്. ഒന്ന് ഉസ്താദ് ഹോട്ടൽ മറിച്ചിട്ടതുപോലെ ഫീൽ ചെയ്തു. പിന്നെ മറിച്ചിട്ടതല്ല, ഉസ്താദ് ഹോട്ടൽ തന്നെ വേലയില്ല പട്ടത്തായി. സെക്കൻഡ് പാർട്ട് അത് സെയിം. അത് അവിടെ കോർപ്പറേറ്റ് സംഭവമായിരുന്നു, ഇവിടെ കോർപ്പറേറ്റ് സംഭവം തന്നെയാണ്. രണ്ടിനും കണക്ഷനൊക്കെ ഏകദേശം ഒന്ന്. അതെ, അതായത് ദോശക്കടയിലേക്ക് മാറ്റി ആളെ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ദോശ അടിപൊളിയാണെന്നുള്ള രീതിയിൽ അരുൺ വിജയ് വരുന്നു, ഈ സാധാരണ ദോശക്കടയിൽ ഇരിക്കുന്നു, എന്നിട്ട് ദോശ ഒരുമിച്ച് കഴിക്കുന്നു. എങ്ങനെ ഇത് കഴിയുന്നു എന്നുള്ള സന്തോഷത്തോടെയുള്ള ശുഭം ഇത് തന്നെയായിരിക്കും അതിൻ്റെ എൻഡും അത് തന്നെയായിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കാം. വലിയൊരു പ്രതീക്ഷ ട്രെയിലർ തന്നില്ല കേട്ടോ. നമുക്ക് അടുത്തത് നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ അടുത്ത ഷൂട്ടിൽ, അതായത് ഒക്ടോബർ ഷൂട്ടിൽ നമ്മുടെ പൃഥ്വിരാജ് ജോയിൻ ചെയ്യും. ഒക്ടോബർ പകുതിയോടുകൂടി ഷൂട്ട് തുടങ്ങും പൃഥ്വിരാജ്. ഇപ്പം മറ്റേ ഇതിലാണ് SSMB 29 അവിടെ ഹൈദരാബാദ് ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അടുത്തത് ജയിലർ 2. വീണ്ടും മാറ്റം. അതായത് ഏപ്രിൽ റിലീസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് മാറ്റി ജൂൺ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും റിലീസ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇപ്പം പ്ലാൻ ചെയ്യുന്നത് ഇതിലേക്കാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് റിലീസുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മാറ്റുന്നത് നന്നായിരിക്കും, വളരെ വളരെ നന്നായിരിക്കും. കാരണം സിനിമക്ക് അപ്പുറത്താണ് അവിടുത്തെ രാഷ്ട്രീയം. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഭയങ്കരമാണ്. അടുത്തത് L365. ആസ്റ്റൺ ഡാൻ തോമസ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ് L365. സിനിമയിൽ ജെയ്ക്സ് ബിജോയ് ആയിരിക്കും മ്യൂസിക് എന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് കൺഫേം ആയി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതായത് നമ്മുടെ തുടരും സിനിമയ്ക്ക് ശേഷം ജെയ്ക്സ് ബിജോയ് ലാലേട്ടൻ്റെ കൂടെ ചേരുന്നു. അതെ. അടുത്തത് പ്രശാന്ത് വർമ്മ. നെക്സ്റ്റ്, അതായത് ഇതിന്റെ 2 അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് 10/8 വരും എന്നുള്ളതാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 10/8 നോക്കിയിട്ടൊന്നും വന്നിട്ടില്ല. ഇത് DVB ആണ് പ്രൊഡക്ഷൻ.
അപ്പുറത്ത് നോക്കുമ്പോൾ OG-യുടേതും DVV തന്നെയാണ്. 10-8 അതും വരുന്നു. OG-ന്റെ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. എന്താണെങ്കിലും പോസ്റ്ററിലുള്ള അധീരയും SJ സൂര്യൻ എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പ്രഭാസ് ആയിരിക്കും എന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു. പ്രശാന്ത് വർമ്മ മൂവി. പ്രശാന്ത് വർമ്മയുടെ യൂണിവേഴ്സിൽ വരുന്ന മറ്റൊരു സിനിമ, അതിൽ നമ്മുടെ പ്രഭാസ് നായകനാവും എന്നുള്ള റൂമർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രഭാസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ പ്രഭാസ് അല്ല. ഓക്കെ, അടുത്തത് ബാൾട്ടി. ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 6 മണിക്ക്. ഓക്കെ, അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഒഫീഷ്യൽ ട്രെയിലർ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ പോസ്റ്റർ. അതെ, ഓക്കെ. അടുത്തത് OG. ട്രെയിലർ കാത്തിരിക്കായിരുന്നു, വന്നിട്ടില്ല. മിക്കവാറും വൈകുന്നേരം തന്നെയായിരിക്കും ട്രെയിലർ എന്ന് തോന്നുന്നു. അതായത് ഇന്നലെ ആൾറെഡി ഇവർ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൻസിൻ്റെ ഒരു മീറ്റപ്പ് പരിപാടി വലിയ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ. അത് 5 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കാം മേ ബി ഇതിൻ്റെ ട്രെയിലർ ഇനി വരുന്നത്. പറയാൻ പറ്റില്ല, അപ്പോഴും വരുമോന്ന്. വേറെന്തോ ഒരു സംഭവം കൂടി വരുന്നുണ്ട് ആ സമയത്ത്. ഇനി അതും കഴിഞ്ഞിട്ടാണോന്നും അറിയില്ല. എന്താണെന്നെങ്കിലും വെയിറ്റ് ചെയ്യാം. അതല്ല, അത് ഇവർ ട്വിറ്ററിലൊക്കെ ജസ്റ്റ് ഒന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം അതിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. എന്താണെങ്കിലും ശ്രിയ ഷെട്ടിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, അടിപൊളി പോസ്റ്ററാണ്. ഇതിലൊക്കെ 10-8 ടൈം. 10-8 ഇന്നലെ ഒഫീഷ്യലായിട്ട് അവർ ഇട്ടതല്ലേ? അതെ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ഓടും കുതിര ചാടും കുതിര. ഇത് അങ്ങനെയാണ്, ഓടിയിട്ടില്ല കേട്ടോ, ചാടിയിട്ടുമില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ രണ്ടും കറക്റ്റാ. കുതിരയായിപ്പോയി. ഓടിയിട്ടുമില്ല, ചാടിയിട്ടുമില്ല. ഓടും കുതിര ചാടും കുതിര സിനിമ സെപ്റ്റംബർ 26-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. ഓക്കെ, മനുഷ്യനെ കുതിരയാക്കിയ ഒരു സിനിമ. ഫഹദ് ഫാസിൽ നായകനായ സിനിമയാണ്. നായികയായിട്ട് വന്നത് കല്യാണി പ്രദർശനമായിരുന്നു. സിനിമ സംവിധാനം ചെയ്തത് അൽതാഫ് സലീം. വമ്പൻ ഫ്ലോപ്പാണ്. 30 കോടിക്ക് അടുത്തോളം അതിന് ബഡ്ജറ്റ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. റൂമേഴ്സ് 1.5 കോടി കിട്ടിയത് വെച്ച് 3 കോടിക്ക് അടുത്തായിട്ടാണ് കളക്ഷൻ കിട്ടിയത്. അങ്ങനെ കേൾക്കുന്നു. ഭയങ്കര അല്ലാതെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവോ? ചിന്തിച്ചാ പോരെ, അത് കേൾക്കാൻ മാത്രമൊന്നുമില്ല. അത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. ഞങ്ങൾ സിനിമ കംപ്ലീറ്റ് ചെയ്തില്ല. ഇത് വന്നിട്ട് വേണം ലാസ്റ്റ് കല്യാണി ഇനി വരുന്നുണ്ടോയെന്ന് അറിയാൻ. കല്യാണി രണ്ടാമതൊരു വരവുണ്ടാവും എന്നുള്ളത് സൂചന തന്നിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതായത് ഇന്റർവെല്ലില്ലേ, അതിനുശേഷം കല്യാണി ഇല്ലല്ലോ. ആ കല്യാണം കഴിഞ്ഞ് പിന്നെ കാണുന്നില്ലല്ലോ. ഇല്ല. പിന്നെ വേറെ അതാ പറഞ്ഞത്, ലാസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല. OTT വരുമ്പോ നോക്കിയിട്ട് നോക്കാം. എന്താണെങ്കിലും കിഴിയെടുത്തായിരുന്നു കാന്താര 2. സിനിമയുടെ ട്രെയിലർ നാളെ പുറത്തു വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരാണ്. ഹിന്ദിയിൽ നിന്ന് ഹൃതിക് റോഷനാണ് ട്രെയിലർ പുറത്തു വിടുന്നത്. തമിഴിൽ SK ശിവകാർത്തികേയൻ, തെലുങ്കിൽ പ്രഭാസ്, മലയാളത്തിൽ പൃഥ്വിരാജ്. സ്വാഭാവികം, ഉറപ്പല്ല. അതുമല്ല, ആളാണല്ലോ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതും കൂടി വരും. അപ്പൊ എന്തായാലും ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ട്രെയിലറെങ്കിലും കറക്റ്റ് നേരത്തെ വന്നാൽ മതിയോ? 12:45 വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. നീ ഇന്നലെ നമ്മൾ കിഴി ചെയ്തപ്പോൾ ഈ ഒരു കിഴി നിനക്ക് തന്നെ കിട്ടിയത്. അപ്പോൾ നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിലറാ വരുന്നത്. ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ലടാ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് നീ പറഞ്ഞത് ഞാൻ ഓർത്തത്. ശരിയായിട്ട് എനിക്ക് പേടിയുണ്ട്. ട്രെയിലറാ വരുന്നത് കാത്തോളേന്ന് പറഞ്ഞത് ഇന്നലെ. കാരണം ഇതിന്റെ അറിയാലോ, മൊത്തം പിന്നെ അതിനെ കുറിച്ച് ഇന്നലെ വലിയ കൂടുതലായിട്ട് പറയാതിരുന്നതാ. പിന്നെ ആ ഒരു മോഡിലും കൂടിയാണ് ഇരുന്നത്. അപ്പൊ ചിലപ്പോ വേറെ എന്തെങ്കിലും കായ് മാറിപ്പോയാലോ സംസാരിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ മിത്തിൽ വിശ്വസിക്കുന്നില്ല, വരുമ്പോ മാത്രം വിശ്വസിക്കും. അതെ, സംഭവിക്കുമ്പോ. കരം സിനിമയുടെ ഒരു സോങ് എന്ന് വരുന്നുണ്ട് കേട്ടോ. ഉയർന്നുവാ എന്ന് പറഞ്ഞ സോങ്. ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്ന സോങ് തന്നെയാണ്. ഗംഭീര സാധനം, അടിപൊളി സോങ് ആണ്. ഷാൻ റഹ്മാനാണ് മ്യൂസിക്. എന്തായാലും സിനിമയുടെ സോങ് വരുന്നത് ഇന്ന് 6 മണിക്കാണ്, വൈകുന്നേരം. എല്ലാം ഒരുമിച്ച് 6 മണിക്ക്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നോബൽ നായകനാവുന്ന സിനിമയാണ്. 25-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. വരട്ടെ. അടുത്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുക കേട്ടോ. എമ്പുരാനെ കടത്തിവെട്ടി. അതെ, അതായത് മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇനി അത് ലോകയ്ക്ക് സ്വന്തം. കൊള്ളാം. ഇനി ആരത് മറികടക്കും എന്നുള്ള അടുത്ത് അത് നോക്കി ഇങ്ങനെ ഇരിക്കാം നമുക്ക്. ആരാണ് അത് മറികടക്കാൻ പോകുന്നത്? അതെ, ഇത് നമുക്ക് അഭിമാന നിമിഷമാണ്. കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി
സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു 100 കോടി അടിക്കുന്നത്, ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് 266 കോടിൻ്റെ മുകളിൽ കളക്ഷൻ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. പിന്നെ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല. ഇപ്പോൾ വന്ന സിനിമകളൊക്കെ ഏതാണ്ട് വലിയൊരു അഭിപ്രായം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ മാരക കളക്ഷനാണ്. ബുക്കിംഗ് ഒക്കെ ഭയങ്കരമായി. ഇനിയിപ്പോൾ 25-ാം തീയതി വരെ ടൈമുണ്ട്. അതായത് അടുത്ത സിനിമകൾ വരുന്നോടം വരെയുള്ള തിയേറ്ററൊക്കെ കിട്ടും. നന്നായിട്ട് കളക്ഷൻ 300 അടിക്കട്ടെ. അപ്പോഴല്ലേ ഇനി അതിനുള്ളൊരു അതിന്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞൊരു സാധനം പിന്നീട് ചിന്തിക്കുമ്പോഴേ 300ന്റെ മുകളിൽ കയറണമല്ലോ. അങ്ങനെ വരണം, വാശി വരണം. ആദ്യത്തെ 300 കോടി ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി തന്നെ ആകട്ടെ. പിന്നെന്താ, അതായത് മറ്റുള്ള ഇൻഡസ്ട്രിക്കാർക്ക് നോക്കിയിട്ട് മനസ്സിലാവണം ഇതാണ് കണ്ടന്റ് മുഖ്യം ബിക്കിലേ, ഇത് വെറുതെ അല്ല എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ, അടുത്ത കിഴി പേട്രിയോട്ട്. ലാലേട്ടൻ്റെ കൂടെ ചാക്കോച്ചൻ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് ആൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഏത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിൻ്റെ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ അത് പേട്രിയോട്ടിൻ്റെ ലൊക്കേഷൻ സ്റ്റില്ലാണ്. അതെ, എന്തായാലും അടുത്തത് ഉടൻ തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. നമുക്ക് തിരിച്ചെത്തുമ്പോൾ തുടങ്ങും. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് ആ വരവിന് വേണ്ടിയിട്ട്. അടുത്തത് പാതിരാത്രി. ഒരു പാതിരാത്രി ഒരു വരവുണ്ടാവും, അങ്ങനെയല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും പാതിരാത്രി സിനിമ റത്തീന ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. പുഴുവിന് ശേഷം എന്താണെങ്കിലും സൗബിൻ, നവ്യ, സണ്ണിവേ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒക്ടോബറിലാണ് സിനിമ റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. മ്യൂസിക് റൈറ്റ്സ് ടി സീരീസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്. ഓക്കെ, അടുത്തത് കിങ് ഖാൻ്റെ കിങ് സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില് വന്നിട്ടുണ്ട്. കൊടൂര ലുക്ക്, എൻ്റെ അമ്മോ, പൊളി ലുക്ക്, ശരിക്കും അണ്ടർവേൾഡ് ടോൺ. അതെ, പക്ക കിങ്. എന്തായാലും പോളണ്ടിൽ നിന്നുള്ള ഷെഡ്യൂളിൽ നിന്ന് ലീക്കായ ഒരു സ്റ്റില്ലാണെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി വല്ല ആണോന്ന് അറിഞ്ഞൂടാ. ഇത് സോഷ്യൽ മീഡിയയിൽ ഈ പേരും പറഞ്ഞിട്ടാണ് ഇത് കത്തുന്നത്. ഇത് ഇതിന്റെ കൂടെ പറയണം, നമുക്കറിയില്ല അത് ഒറിജിനൽ ആണോന്നും പറയാൻ പറ്റൂല. ഒറിജിനലും ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും നോക്കാം. എന്തായാലും കിടില ലുക്കാണ് അത്. ഒറിജിനൽ ആണെങ്കിൽ ലുക്ക്, അതെ, അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ആദ്യം തന്നെ പറഞ്ഞ അണ്ടർവേൾഡ് ഡോൺ എന്ന് പറഞ്ഞ ആജാതി സാധനമാണ്. എന്തായാലും 2027 ഡോണി കിങ് റിലീസിനെത്തുന്നത്. യെസ്, അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. യെസ്, ബാൾട്ടി OG ഇതിന്റെ ഒഫീഷ്യൽ ട്രailer റിയാക്ഷൻ ആയിട്ട് വരാം. യെസ്, ആരാദ്യം വരും എന്നുള്ളത് നോക്കിയാൽ അതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ.